വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് പുളിങ്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ബിരിയാണിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ തൊട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ല എരിവും മധുരവും പുളിയും ഉപ്പൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പുളിങ്കറി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുത്താലും മതി. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 വേപ്പില. പിന്നെ അവിടെ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 കഷ്ണം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇതേപോലെ ചെറുതാക്കിയിട്ട് നുറുക്കിയെടുത്താണ്, അതും ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. സവാള മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പുളി. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ചാണത്. കുരുവില്ലാത്ത പുളിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പുളിവെള്ളം തന്നെ വേണമെന്നില്ല, ഈ പുളിയോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണത്. കുരു കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ്. ഒരു 1/2 കപ്പ് വെള്ളത്തിലാണ് കുതിരാൻ വേണ്ടി വെച്ചത്. പെട്ടെന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കുതിരാൻ വേണ്ടി വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ശർക്കര, ഇതേപോലത്തെ പീസ് ശർക്കര. ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട്. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ പൊടിച്ച് വെച്ചേക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊന്ന് നോക്കാം. നിങ്ങളുടെ ഇനി ഈത്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശർക്കരയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി മധുരത്തിനനുസരിച്ചിട്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ പുളിങ്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇതേപോലെ വറ്റിച്ചെടുത്തത്. അപ്പോൾ എനിക്ക് ഇനി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലൊന്ന് വറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഇത്രയും ഈ ഒരു പരിവാക്കുന്നുള്ളൂ, കാരണം ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവുള്ളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഒരു കേട് കൂടാണ്ട് പുറത്ത് തന്നെ നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട നിർബന്ധമൊന്നുമില്ല. നമ്മളിപ്പോൾ ഹോസ്റ്റലിലേക്കും ഗൾഫിലേക്കൊക്കെ അച്ചാറൊക്കെ കൊടുത്തു വിടൂലേ, അതുപോലെ ഈ പുളിങ്കറി ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. സാധാരണ ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഇപ്പം ഇതിൻ്റെ ഞാനീ പറഞ്ഞ അളവിൽ എല്ലാം കറക്റ്റാണ്. ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും മധുരവും എല്ലാം കറക്റ്റാണ്. ഒന്നും കൂട്ടാനും കുറക്കാനൊന്നുമില്ല. ഇതിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അളവൊക്കെ മാറ്റം വരും. പിന്നെ എത്ര കൂടുതൽ വെച്ചാലും സവാള കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി, അധികം സവാള ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു തവണ നമ്മൾ തൊട്ട് കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും കഴിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം ഒരു നുള്ള് ഉലുവട പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.